ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നതാ ഒരു രാവിലെ തന്നെ മഴയൊക്കെയാണ് കേട്ടോ. അപ്പം 3 ദിവസമായിട്ട് ഇവിടെ മഴ വെയിൽ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ രാവിലെ തന്നെ കാപ്പിക്ക് ഉണ്ടാക്കുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കാപ്പിക്ക് ഇഡ്ഡലിയും സാമ്പാറുമാണ്. അപ്പം ഇങ്ങനെ ഇഡ്ഡലിയൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. പിന്നെ എന്താ ഓണമൊക്കെ വരമരിയായി ഇതാ ഓണക്കൊടിയൊക്കെ എടുത്തോ. പിന്നെന്താ മഴയൊക്കെ ഈ ഓണത്തിന് മഴയാണോ ഇല്ലയോ എന്ന് അറിയത്തില്ല കേട്ടോ. കാരണം ഇപ്പം കുറച്ച് ദിവസമായിട്ട് മഴയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. പിന്നെ ഇന്നിപ്പോൾ ഇപ്രാവശ്യം ഓണത്തിന് കുറച്ച് വെറൈറ്റി കറികളൊക്കെ ഉണ്ടാക്കണം എന്ന് ഓർത്തൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. വെറൈറ്റി കറികളൊന്നുമില്ല, എന്നാലും കൂട്ടുകറി അങ്ങനത്തെ ഉള്ള കറിയല്ല. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ അത് ഇഡ്ഡലിയൊക്കെ ഞാൻ എടുത്ത് വെച്ച് പൊന്നൂസ് രാവിലെ ഇവിടെ കാപ്പിപ്പൊടി കഴിഞ്ഞിട്ട് പരിപാടിയാണ് കേട്ടോ. പാത്രത്തിൽ ഇച്ചിരി വെള്ളമൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിക്കുകയൊക്കെയാണ്. അപ്പോഴത്തേക്ക് ഞാൻ കാപ്പിയൊക്കെ കുടിച്ചു. പിന്നെ വലിയ ഇഷ്ടമുണ്ടായിട്ട് ഞാൻ എനിക്ക് ചോറിനോടാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ അങ്ങനെ കുറേ ദിവസമായി കഴിച്ചിട്ട് അങ്ങ് കഴിച്ചാട്ടോ, ഉണ്ടാക്കിയിട്ട് അങ്ങ് കഴിച്ചാണ്. പിന്നെ എന്താണ് കാപ്പി കൂടി കഴിഞ്ഞാൽ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി അടുക്കളയ്ക്ക് ഒന്ന് ഒതുക്കി വെച്ച്. അപ്പോഴത്തേക്കും എന്താ ഹസ്ബൻഡ് ചേട്ടൻ്റെ കൊച്ചു വന്നിട്ടുണ്ട്, സ്വാതി. അപ്പം അവൾ വന്നപ്പോഴത്തേക്കും പിന്നെ പൊന്നൂസ് വർത്താനൊക്കെ പറയായി. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം എണ്ണയിലൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ. അവൾ ഒരുപാട് സമയമൊന്നും ഇരുന്നില്ല കേട്ടോ. പിന്നെ അവൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പോകാനുള്ള പരിപാടിയാണ്. അടുത്ത് തന്നെയാട്ടോ വീട്. അപ്പോൾ പൊന്നൂസ് അവളോട് പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, ഉടുപ്പൊക്കെ എടുക്കാനായിട്ട്. അലമാരയൊക്കെ തുറക്കണം. പിന്നെ അവളെ കാണാതെ വേണം കേട്ടോ പോകാൻ, കാരണം മഴയൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കൊഴുവ മീൻ ഇരിപ്പുണ്ട്, അതൊക്കെ വറുക്കാൻ വെച്ചു. പിന്നെ അപ്പോഴത്തേക്കും പൊന്നൂസ് കിടന്ന് ഉറങ്ങി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയായപ്പോൾ ചോറുണ്ടു. ചോറിന് സാമ്പാറും വാഴച്ചുണ്ട് തോരനും കൊഴുവ വറുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊഴുവ വറുത്തതൊക്കെ. അപ്പോൾ അതൊക്കെ കൂട്ടി അടിപൊളിയായിട്ടൊന്ന് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പൊന്നൂസ് എണീറ്റിട്ടു. അപ്പോഴത്തേക്കും ഇവിടെ അടുത്തൊരു പൂച്ചയുണ്ട്. അപ്പോൾ ആ പൂച്ച വന്ന് അപ്പം പൊന്നൂസ് അതിന് കഴിക്കാനായിട്ട് ദോശയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. പൊന്നൂസ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പൂച്ച വന്ന് പൂച്ചയ്ക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ പൂച്ച എപ്പോഴും ഇവിടെ വരുന്ന കേട്ടോ. അപ്പോൾ പൊന്നൂസിന് ഭയങ്കര ഇഷ്ടമാണ്. പൂച്ചയുടെ പേര് ചുണ്ണി എന്നാണ്, ചുണ്ണിപ്പൂച്ച എന്നാണ് ഈ പൂച്ചയുടെ പേര്. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞിട്ട് വാഴയ്ക്ക തോരൻ വെക്കാമെന്ന് വെച്ചു. അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്ന് കുളിക്കണം. അപ്പോൾ ചായ കുടിച്ചിട്ട് ചായ എടുപ്പിച്ച് വെച്ചിട്ട് ചായയൊക്കെ ഒന്ന് കുടിച്ചിട്ട് വേണം ഒന്ന് കുളിക്കാൻ. ഇപ്പോൾ സമയം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ചായയൊക്കെ എടുത്തു. പെട്ടെന്ന് ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും ചായ കുടിച്ച പാത്രങ്ങളൊക്കെ വേഗം കഴുകി വെക്കട്ടെ. അപ്പോൾ ഞാൻ എല്ലാം ഫുള്ളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ കുറച്ചൊക്കെ ആയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഓണത്തിന് വീഡിയോ ഒക്കെ ഇടാൻ പറ്റുമെങ്കിൽ ഇടാം. പിന്നെ എനിക്ക് വീഡിയോ എടുക്കണം, ഷോർട്സൊക്കെ എടുക്കണം എന്നൊരു ഇതുണ്ട്. പിന്നെ ഞാൻ നോക്കിയിട്ടൊക്കെ ഇടാം. എൻ്റെ ഫോണിൽ ഒരുപാട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്റ്റോറേജ് കൂടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇഷ്ടപ്പെട്ട കുറേ വീഡിയോസൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കാൻ മടിയായതുകൊണ്ട് ഡിലീറ്റ് ആക്കാറില്ല. പിന്നെ എന്നാലും ഇപ്പോൾ കുറേയൊക്കെ ഡിലീറ്റായി കളഞ്ഞു കേട്ടോ. ഞാൻ പെട്ടെന്ന് പാത്രം കഴുകി വെച്ചു. എനിക്ക് ചില നേരത്ത് പാത്രം കഴുകാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. ചില നേരത്ത് ഒട്ടും ഇഷ്ടമില്ല പാത്രം കഴുകാനായിട്ട്. അപ്പോൾ അത് അങ്ങനെ പിന്നെ എനിക്കിപ്പോൾ ഒന്ന് കുളിക്കണം. ബനൂസിനെ കുളിപ്പിച്ചു കേട്ടോ. അതൊന്നും ഞാൻ എടുത്തില്ല. മഴയുള്ളത് കൊണ്ട് പിന്നെ പെട്ടെന്ന് ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി ഒന്ന് പെട്ടെന്നൊന്ന് കുളിപ്പിച്ചു അവളെ. പിന്നെ തലയിൽ കുറച്ച് താളിയൊക്കെ തേച്ചിട്ട് ഇനി കുളിക്കണം, പെട്ടെന്ന് കുളിച്ചിട്ട് തരാം. അപ്പം കുളിച്ച് കയറി വന്നപ്പോഴത്തേക്കും പിന്നെ ഏട്ടൻ വന്നു കഴിഞ്ഞ് പിന്നെ ഏട്ടന് പഴം പുഴുങ്ങിയും ചായയൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എനിക്കൊന്ന് കഴിക്കണം പഴം പുഴുങ്ങിയത് ഇഷ്ടമൊക്കെയാണോ എല്ലാവർക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഓൺലൈനിൽ ഒരു പാൻറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് സൈസ് മാറിപ്പോയല്ല, 13 എടുത്തത്. പക്ഷേ അത് കറക്റ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ടൈറ്റാണ്. അപ്പോൾ അതൊക്കെ ഏട്ടൻ ഇട്ട് നോക്കിയിട്ട് അവിടെ ഇരിക്കാനുണ്ട്. പിന്നെ ഏട്ടൻ വന്ന് കാപ്പി കുടിക്കാനായിട്ട് ഇരുന്നുണ്ടോ. ഏട്ടൻ കാപ്പി കുടിക്കാനിരിക്കുമ്പോൾ പൊന്നൂസും കയറി ഇരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് പൊന്നൂസ് അങ്ങനെ പഴം പുഴുങ്ങിയത് കഴിക്കാറില്ലായിരുന്നല്ലോ. ഇപ്പോൾ ആദ്യമായിട്ടോ പൊന്നൂസ് പഴം പുഴുങ്ങി കഴിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായിട്ടൊന്നും അങ്ങനെ കഴിച്ചിട്ടേ ഇല്ല. അവൾ തുപ്പിക്കളയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളത് രാത്രിയിൽ ഫുഡൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. പൊന്നൂസിന് ആദ്യം കൊടുത്തൊരു സാമ്പാറും വാഴക്കത്തോരനും പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടി ചോറ് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് പൊന്നൂസ് കിടന്ന് ഉറങ്ങി കേട്ടോ. ചോറ് കൊണ്ട് കിടന്ന് ഉറങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോറിനാണ് എടുത്തു കേട്ടോ. മീനുണ്ടായിരുന്നു, തോരനും പപ്പടും സാമ്പാറും കഴിഞ്ഞിട്ട്. പിന്നെ അത് കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് പിന്നെ കിടന്നു കേട്ടോ. അപ്പോൾ